ഫലസ്തീനികളെ ചതിച്ചവർ തന്നെയാണോ അവർക്ക് ഭക്ഷണം നൽകുന്നത്? ചോദിച്ചത് പ്രമുഖ പണ്ഡിതനും പ്രാസംഗികനുമായിരിക്കുന്ന റഹ്മത്തുള്ള കാസിമിയാണ്. അദ്ദേഹത്തിന്റെ സുദീർഘമായിരിക്കുന്ന ഒരു പ്രസംഗത്തിന്റെ ഭാഗത്തിൽ പ്രധാനമായിരിക്കുന്ന കാര്യവും അതിൻ്റെ നിലപാടുകളും പറയുന്നത് ഇങ്ങനെയാണ്. അദ്ദേഹം ആരംഭിക്കുന്നത്, ഫലസ്തീനെ ചതിച്ചവർ തന്നെയാണോ അവർക്ക് ഭക്ഷണം നൽകുന്നത്? നമുക്കതൊന്ന് കേട്ടു നോക്കാം. എന്നിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ചില വിശദീകരണ കാര്യങ്ങൾ പറയാനുണ്ട്. ആരൊക്കെയാണ് ഒരു ജനതയെ ചതിച്ചത്? അവരാണിപ്പോൾ ഭക്ഷണം കൊണ്ടേ കൊടുക്കുന്നത്. ആരൊക്കെയാണ് ആ ജനതയെ ചതിക്കാൻ ഒപ്പിട്ട് കൊടുത്തത്? അവരാണ് ഇപ്പോൾ ഭക്ഷണം കൊണ്ടേ കൊടുക്കുന്നത്. 1 കോടി ഭക്ഷണ പൊതിയാണ് ഈ സമയത്തിനുള്ളിൽ ഗസയിൽ ഇറക്കിയത്. ഗസക്കാർക്ക് വേണ്ടി ഇറക്കിയത് 1 കോടി. ആരാണ് അവരുടെ മുന്നിൽ പോയി കരഞ്ഞത്? സി ഐയുടെ ഡയറക്ടർ ജനറൽ. അയാൾ ഗസക്കാരെ കണ്ട് കരഞ്ഞു. അതാണ് നമുക്ക് മനസ്സിലാവാത്തത്. സ്വർഗീയ ജീവിതം നയിക്കുന്ന വ്യക്തികളിൽ ഒരാളാണ് റഹ്മത്തുള്ള കാസിം. അദ്ദേഹത്തിന് സ്വന്തമായി വീടുണ്ട്, ഭക്ഷണം കഴിക്കാൻ സംവിധാനങ്ങളുണ്ട്, വാഹനമുണ്ട്, പ്രസംഗത്തിന് പോയി കഴിഞ്ഞാൽ പണം കിട്ടും. എല്ലാ കാര്യത്തിലും സുഭദ്രമായ സുരക്ഷിതമായിരിക്കുന്ന ഒരു ഇടം അദ്ദേഹത്തിനുണ്ട് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. എന്നാൽ നേരെ ഫലസ്തീനിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് ഈ പറയപ്പെട്ട ഒരു കാര്യവുമില്ല. പട്ടിണിയാണ്, വാഹനങ്ങളില്ല, ഭക്ഷണമില്ല, മരുന്നില്ല, വസ്ത്രമില്ല, സഹായിക്കാൻ ആളുണ്ട്, സഹായം എത്തിക്കാനുള്ള സംവിധാനമില്ല. രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഫലസ്തീൻ എന്ന് പറഞ്ഞാൽ എല്ലാ മുസ്ലിങ്ങൾക്കും പ്രധാനമായിരിക്കുന്ന മേഖലയാണ്, ഗേഹമാണ്, വിശുദ്ധമായിരിക്കുന്ന മസ്ജിദ്, 3ാമത്തെ ഖിബില എന്ന് പറയുന്ന ബൈത്തുൽ മുഖദ്ദസ് അവിടെയാണ്. അതുകൊണ്ട് എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട്. റഹ്മത്തുള്ള കാസിമിന് ഫലസ്തീനികൾക്ക് വേണ്ടി എന്താണ് ചെയ്തത്? നമ്മളിപ്പോൾ സുരക്ഷിതമായിരിക്കുന്ന AC റൂമിൽ കുത്തിരുന്ന് കൊണ്ട് യാതൊരു അക്രമമോ വിഷയമോ ഇല്ലാതിരിക്കുന്ന സമയത്ത് അറബികളെയും അതിൻ്റെ സംവിധാനത്തെയും വിമർശിക്കുമ്പോൾ നമ്മൾ എന്താണ് ചെയ്തത് എന്നതുകൂടി വിലയിരുത്തേണ്ടതുണ്ട്. അങ്ങനെയുണ്ടോ? ഈജിപ്തിലോ ലെബനാനിലോ ജോർദാനിലോ അല്ലെങ്കിൽ ഈ തൊട്ടടുത്ത രാജ്യങ്ങൾ യമനിലെങ്കിലും പോയിട്ട് ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെയും കടമയാണ്. എന്തെങ്കിലും ചെയ്തോ? നമ്മൾ പോവില്ല. കാരണം എന്താ പറഞ്ഞാൽ അത് വലിയ മുറിപ്പാടുകളാണ്, ചിലപ്പോൾ മരിച്ചതെന്ന് വരും, അങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഉണ്ട്. പിന്നെന്താ നല്ലത്? വിമർശിക്കുക. അതൊരു സുരക്ഷിതമായിരിക്കുന്ന ഇടത്ത് നിന്ന് ആരെങ്കിലും സഹായിക്കുന്നുണ്ടെങ്കിൽ അതിനെ എതിർക്കുക എന്നുള്ളത് നല്ല സുഖമുള്ള പരിപാടിയാണ്. കേൾക്കാനും ആളെ കിട്ടും, കൈയടിക്കാനും ആളെ കിട്ടും. ഇതാണ് മൂപ്പര് ചെയ്യുന്നത്. അദ്ദേഹം അറബ് രാജ്യങ്ങളെ വിമർശിക്കാൻ വേണ്ടി പുസ്തകങ്ങൾ പരുതുമ്പോൾ, അത്തരം വിമർശനാത്മകമായിരിക്കുന്ന പുസ്തകങ്ങൾ പരുതുന്ന സമയത്ത് ഈ പറയപ്പെട്ട മുസ്ലിം രാജ്യം, അറബ് രാജ്യം ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്ക് നോക്കാം അതിൻ്റെ അവസ്ഥാകാര്യത്തെക്കുറിച്ച്. ഒരു ചെറിയ രീതിയിലുള്ളൊരു ഒരു പഠനാത്മകമായിരിക്കുന്ന ചില കാര്യങ്ങൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയേണ്ടതുണ്ട്. 1947 UN റെസൊല്യൂഷൻ, അതായത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം സ്വതന്ത്രമാകുന്നതിൻ്റെ 1 വർഷം മുൻപ് UN സഭ ഒരു നിയമ സംവിധാനങ്ങളും കാര്യങ്ങളും വിളിച്ച് 2 വിഭാഗത്തെയും ചേർത്തുകൊണ്ട് ചില നിലപാടുകൾ പറഞ്ഞു. അതിന് UN റെസൊല്യൂഷൻ എന്ന് പറയുന്നു. 1947 UN റെസൊല്യൂഷൻ 181 പ്രകാരം ഫലസ്തീൻ വിഭജിക്കാനും ജൂതരാഷ്ട്രവും മുസ്ലിം രാഷ്ട്രവുമാക്കാനും UN തീരുമാനിച്ചു. ഇതാണ് അതിൻ്റെ കാതലായിരിക്കുന്ന വിഷയം. എല്ലാ അറബ് രാജ്യങ്ങളും സംയുക്തമായി ഈ പദ്ധതിയെ തള്ളിക്കളയുകയും അതിന് എതിർപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്തു. എന്താ അതിൻ്റെ കാര്യം? ഫലസ്തീൻ മുഴുവനും മുസ്ലിങ്ങളുടെ ദേശമാണ്. അതൊരു വ്യക്തികൾക്കോ ഒരു രാജ്യമുണ്ടാക്കാനോ വിട്ടുകൊടുക്കാൻ പാടില്ല, പറ്റില്ല, അനുവദിക്കില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഭൂപ്രദേശം വിട്ടുകൊടുക്കണം എന്നാണ് പറഞ്ഞത്. ഞാൻ ഈ റഹ്മത്തുള്ള കാസിമിയോട് അതിനൊരു ഉദാഹരണം പറയാം, അയാൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. നിങ്ങളുടെ ഭൂമിയിൽ 10 സെന്റ്, നിങ്ങളുടെ 10 സെന്റ് സ്ഥലമുണ്ട്. നിങ്ങൾക്ക് 10 സെന്റ് സ്ഥലമുണ്ട് എന്ന് കരുതുക. അത് നിങ്ങളുടെ അയൽവാസി കയ്യേറിയ സമയത്ത് നാട്ടുകാരും മധ്യസ്ഥരെല്ലാം കൂടി വന്നിട്ട് നിങ്ങളോട് പറയുന്നു, 5 സെന്റ് സ്ഥലം നിങ്ങൾ അയൽവാസി അങ്ങ് വിട്ടുകൊടുത്താൽ വെറുതെ 5 നിങ്ങളെടുത്തോ. നിങ്ങളുടെ സ്ഥലത്തിൽ 5 സെന്റിൽ അവർ അവകാശം പറയില്ല, അവരുടെ 5 സെന്റിൽ നിങ്ങളും അവകാശം പറയരുത്. ഈ സംഭവമാണ് പലസ്തീനിൽ നടന്നത്. നിങ്ങളത് വിട്ടുകൊടുക്കോ? മരണം വരെ നിങ്ങൾ പോരാടില്ലേ? നിയമപരമായിട്ടോ അല്ലാത്ത രീതിയിലോ അക്രമത്തിലോ അല്ലാത്ത രീതിയിലോ ഒക്കെ ചെയ്യൂലേ? ഈ പ്രവൃത്തിയാണ്. പലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ അകത്ത് ഒരു കൂട്ടർ കൂടി കയറിക്കൊണ്ട് അത് രാജ്യമായിട്ട് പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞാൽ അറബ് രാജ്യങ്ങൾ അതിന് സമ്മതിക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്? അല്ല, ഇങ്ങനത്തെ സംഭവം നടന്നു, അതിനുശേഷം അവർ മൗനം പാലിച്ച് വീട്ടിൽ കുത്തിരുന്നതാണോ?
അങ്ങനെയാണോ പറയുന്നത്? അതല്ലേ നിങ്ങളിപ്പോൾ പരാമർശിച്ച കാര്യം? ഇങ്ങനെ ചതിച്ചവർ തന്നെയാണോ? എന്താ ചതിച്ചത് അവിടെ? അവിടെ എന്താ ചതി നടന്നത്? ചതിച്ചവർ തന്നെയാണോ ഭക്ഷണം കൊടുക്കുന്നത് എന്നാണ് നിങ്ങൾ പറയുന്നത്? ഒരു ഗ്ലാസ് വെള്ളം പോലും പലസ്തീനികൾക്ക് കൊടുക്കാത്ത നിങ്ങളാണ് ഈ സംസാരിക്കുന്നത്. നമുക്ക് നോക്കാം. 1948 മെയ് മാസം 14 ഇസ്രായേൽ രാഷ്ട്രമായിട്ട് പ്രഖ്യാപിച്ചു. അതിന്റെ പിന്നാലെ അറബ് രാജ്യങ്ങൾ യുദ്ധവും ആരംഭിച്ചു. അടങ്ങി നിന്നതല്ല, യുദ്ധം ആരംഭിച്ചു. ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞിട്ടേ കാറ്റും കൊണ്ടിരുന്നതല്ല. 1948-49 ഫസ്റ്റ് നഖബ യുദ്ധം തുടങ്ങി. ഈജിപ്ത്, ജോർദാന്, സിറിയ, ഇറാഖ്, ലെബനാൻ കൂടെ പലസ്തീനും ചേർന്ന് സംയുക്തമായ രീതിയിലുള്ള ഒരു മുസ്ലിം മുന്നേറ്റം, അറേബ്യൻ മുന്നേറ്റം എന്നതിന് പറയും. അതിന്റെ ഫലം പറയാം. ഇസ്രായേൽ വിഭജിക്കപ്പെട്ടു. വെസ്റ്റ് ബാങ്കും ഗാസയും വിട്ടുകൊടുക്കേണ്ടി വന്നു. ആ 1948-49 യുദ്ധത്തോടനുബന്ധിച്ചാണ് പലസ്തീന്റെ ഇന്നത്തെ പലസ്തീനായിരിക്കുന്ന വെസ്റ്റ് ബാങ്കും ഗാസയും അവർക്ക് അറബ് രാജ്യങ്ങൾക്ക് അല്ലെ പലസ്തീന് വിട്ടുകൊടുക്കേണ്ടി വന്നത്. യുദ്ധം ഉണ്ട് കേട്ടോ, വെറുതെ അവർ അടങ്ങി നിന്നിട്ടില്ല. 1930-40കളിൽ പലസ്തീന്റെ ദേശീയ നേതൃത്വത്തിൽ ശക്തി ക്ഷയിച്ചതാണ് അവർക്ക് ഇത്രയും പ്രശ്നമുണ്ടാവാൻ കാരണം എന്ന് അന്ന് പറയപ്പെട്ടിരുന്നു രാഷ്ട്രീയ വിമർശകർ. അറബ് രാജ്യങ്ങളോ മുസ്ലിം രാജ്യങ്ങളോ അത് വകവെച്ചിട്ടില്ല. ഇത് ഞങ്ങളും കൂടി ചെയ്യേണ്ട യുദ്ധമാണ്. ഇപ്പൊ ആരാ യുദ്ധം ചെയ്യുന്നത്? ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുന്ന ആരാണ്? പലസ്തീൻ മാത്രമാണോ? ലെബനാനില്ലേ, ഇറാനില്ലേ, ഇറാഖില്ലേ, യമനില്ലേ? ഇവരൊക്കെ യുദ്ധം ചെയ്യണ്ടല്ലോ. ഇവരുമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഇസ്രായേലിനുണ്ടോ? ഇല്ല. അതൊരു അനിവാര്യമായിരിക്കുന്ന യുദ്ധമാണ്. നിങ്ങൾക്കും നിർബന്ധമാണ്, അവർക്ക് മാത്രമൊന്നുമല്ല. 1956 രണ്ടാം യുദ്ധം ആരംഭിച്ചു. സ്യൂസ് ക്രൈസിസ് എന്നാണ് അതിന്റെ പേര്. ഈജിപ്ത് പ്രതിരോധമുണ്ടാക്കി ഇസ്രായേലിന്. അങ്ങനെ പ്രതിരോധം ഉണ്ടാക്കിയ സമയത്ത് ഇസ്രായേലിനോടൊപ്പം ബ്രിട്ടനും ഫ്രാൻസും സംയുക്തമായി ചേർന്നു. ഇസ്രായേലിനെതിരെ, ഈജിപ്തിന് എതിരെ ഇവർ സംയുക്തമായ രീതിയിൽ ഈ മൂന്ന് രാജ്യങ്ങൾ, ഇസ്രായേല്, ബ്രിട്ടന്, ഫ്രാൻസ് സംയുക്തമായ രീതിയിൽ ചേർന്നൊരു യുദ്ധം സ്യൂസ് ക്രൈസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടായി. സൂയസ് കനാൽ ദേശീയവൽക്കരിച്ചതുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. ഒടുവിൽ അതിന്റെ ഫലം എന്ന് പറഞ്ഞാൽ UN സഭ ഇടപെട്ടുകൊണ്ട് പ്രശ്നം പരിഹരിച്ചു. അങ്ങനെ ആ യുദ്ധത്തിൽ അല്ലെങ്കിൽ ആ ഒരു മുന്നേറ്റത്തിൽ ഈജിപ്ത് വിജയിച്ചു. അടങ്ങിയിട്ടില്ല, അവസാനിച്ചിട്ടില്ല. 1967 6 ദിന യുദ്ധം പ്രഖ്യാപിച്ചു. ഈജിപ്ത്, ലെബനാന്, സിറിയ, ജോർദാന്, ഇറാന്, ഇറാഖ് ഒരു പക്ഷത്തും ഇസ്രായേൽ മറുപക്ഷത്തുമായിട്ട് യുദ്ധം പരാജയമാണ്. യുദ്ധം പരാജയപ്പെട്ടു. പക്ഷേ യുദ്ധം ചെയ്തു. അവരടങ്ങി നിന്നിട്ടൊന്നുമില്ല. ഗാസ സ്ട്രിപ്പും വെസ്റ്റ് ബാങ്ക്, ഈസ്റ്റ് ജെറുസലേം, സിനാ പെനിൻസുല, ഗോലാൻ കുന്ന് മുസ്ലിം രാജ്യങ്ങൾക്ക് നഷ്ടമായി. മുസ്ലിം പ്രദേശത്തിൽ നിന്ന് അവർക്ക് നഷ്ടമായി. പക്ഷെ യുദ്ധം നടന്നിട്ടുണ്ട്. അതിനുശേഷം ശാന്തമായതിനു ശേഷം 1967 അവസാന ഘട്ടത്തിൽ വീണ്ടും ഈജിപ്ത് യുദ്ധം ആരംഭിച്ചു. 67 മുതൽ 70 വരെ നീണ്ടു നിൽക്കുന്ന യുദ്ധം. നഷ്ടപ്പെട്ട പ്രദേശം തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട്. അടങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ. 1973 യോങ്കിപ്പൂർ യുദ്ധം ആരംഭിച്ചു. ഈജിപ്ത്, സിറിയ, ഇറാഖ്, ജോർദാൻ, അതിന് സൗദി അറേബ്യയും പിന്തുണച്ചു. ഉസ്താദിന് മനസ്സിലാവാത്തത് കേൾക്കണം കേട്ടോ. സൗദി അറേബ്യയും പിന്തുണച്ചു. സൗദി അറേബ്യനല്ലേ രൂക്ഷമായി വിമർശിക്കല്. ആ സൗദി അറേബ്യ യോങ്കിപ്പൂർ യുദ്ധത്തെ പിന്തുണച്ചുകൊണ്ട് ഇവരെ സഹായിച്ച രാജ്യമാണ്. ഈജിപ്തിനെയും സിറിയനെയും ഇറാഖിനെയും ജോർദാനെയും. അങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട് ചരിത്രത്തിൽ. 1978 ലിറ്റാനി ഓപ്പറേഷൻ ആരംഭിച്ചു. അത് പാലസ്തീനും ലെബനാനും ഒരു പക്ഷത്തും ഇസ്രായേൽ മറുപക്ഷത്തുമായിരിക്കുന്ന രൂക്ഷമായിരിക്കുന്ന യുദ്ധം. എന്താണ് ഇതിന്റെ ഫലം? ഭാഗികമായി ലെബനാന്റെ ഭൂമി വിട്ടുകൊടുക്കേണ്ട സ്ഥിതിയിലേക്ക് ഇസ്രായേൽ എത്തി. വിട്ടുകൊടുക്കേണ്ട സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട് എന്ന് ചുരുക്കം. 1982 ലെബനാനുമായി വീണ്ടും ഇസ്രായേൽ യുദ്ധം. ബാക്കി സ്ഥലത്തിന് വേണ്ടിയിട്ട്, ഞങ്ങളുടെ പ്രദേശത്ത് നിന്ന് പിടിച്ചെടുത്ത ഭൂപ്രദേശത്തിന് വേണ്ടിയിട്ടുള്ള യുദ്ധം 1982 ആരംഭിച്ചു. 2025 നമ്മൾ സംസാരിക്കുന്ന ഈ സമയത്തും ആ പ്രദേശത്തിന് വേണ്ടി അവർ യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. 1987 ഇൻതിഫാദ തുടങ്ങി. അടങ്ങിയിട്ടൊന്നുമില്ല. 2000 മുതൽ 2005 വരെ രണ്ടാം ഇൻതിഫാദ ആരംഭിച്ചു. 2006 ലെബനാനുമായി നേരിട്ടുള്ള യുദ്ധം. 2008 മുതൽ 2022 വരെ ഹമാസ് അധികാരവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വന്ന സമയത്ത് നിലക്കാത്ത രീതിയിൽ 24 മണിക്കൂറും എന്ന് പറഞ്ഞ പോലെ തന്നെ ഇസ്രായേലിനെ ആക്രമിച്ചുകൊണ്ടിരുന്നു. യുദ്ധത്തിന്റെ കഠിനമായിരിക്കുന്ന എല്ലാ പ്രയാസങ്ങളും ഇസ്രായേൽ അനുഭവിച്ച കാലഘട്ടത്തിലാണ് എന്ന് പറഞ്ഞു. 2022 ഏറെക്കുറെ ശാന്തമായി. 22 അവസാന ഘട്ടത്തിൽ 2023 ഒക്ടോബർ 7 ഹമാസ് ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തുന്നു.
അങ്ങനെയാണ് ഇപ്പം നിലനിൽക്കുന്ന വർത്തമാന യുദ്ധം ഉണ്ടാവുന്നത്. 23 ആ അക്രമത്തോടു കൂടി ഏതെങ്കിലും അറബ് രാജ്യങ്ങൾ മാറി നിൽക്കുകയാണോ ചെയ്തത്? അല്ല. അതോടൊപ്പം ലബനാൻ ഉണ്ടായിരുന്നു, ഇറാഖ് ഉണ്ടായിരുന്നു, ബഹ്റൈൻ പോലും ഇസ്രായേലിനെ ആക്രമിച്ചു. ഇപ്പൊ അത് യമൻ യുദ്ധം ചെയ്യുന്നു. അതിനെല്ലാത്തിനും പിന്തുണ നൽകിയിരിക്കുന്ന ഷിയ രാഷ്ട്രമായിരിക്കുന്ന, നിങ്ങളൊക്കെ വല്ലാതെ വിമർശിക്കപ്പെടുന്ന രാഷ്ട്രം, അതൊരൊറ്റ രാഷ്ട്രം മാത്രമാണ് മുസ്ലിം ലോകത്തിന് ഇന്ന് അഭിമാനമായിട്ട് നിലനിർത്താൻ പറ്റിയ രാജ്യം എന്നുള്ളത് റഹ്മത്തുള്ള ഖാസിം ഉസ്താദെ മറന്നു പോവരുത്. ഒരുപാട് നിങ്ങളുടെ സുന്നി രാഷ്ട്രങ്ങളുണ്ട്, മുജാഹിദ് രാഷ്ട്രങ്ങളുണ്ട്, അതിന് സംവിധാനങ്ങളുണ്ട്. എന്നിട്ടും സഹായിക്കുന്ന യുദ്ധം ചെയ്യുന്ന ആരാ? ഷിയ രാജ്യം മാത്രം. ആ യുദ്ധമാണ് ഇപ്പം നടക്കുന്നത് എന്ന് നമുക്കറിയാവുന്നതാണ്, നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നിങ്ങൾക്കൊന്നും ഒരു ചായ ക്ലാസിൻ്റെ നഷ്ടം പോലും ഈ യുദ്ധവുമായിട്ട് ചെയ്തിട്ടില്ല. ഇറാനെ പോലെ യുദ്ധം ചെയ്യേണ്ട ആളാണ് നിങ്ങളും, ലോക മുസ്ലിങ്ങൾ മുഴുവനും. കാര്യം എന്ന് പറയുന്നത് ഫലസ്തീനുമായിട്ടുള്ള യുദ്ധമാണ്. ഫലസ്തീനിലാണ് നമ്മുടെ മൂന്നാമത്തെ കിബില ഉള്ളത്. വളരെ ബഹുമാനിക്കേണ്ട, ആദരിക്കേണ്ട ആ പ്രദേശങ്ങളെല്ലാം പിടിച്ചെടുത്ത് 1948 ബ്രിട്ടൻ സംഘം ആ രാജ്യം സ്വതന്ത്രം കൊടുത്തതാണ്. ആരുടെ ഭൂപ്രദേശമാണ്? ഫലസ്തീന്റെ ഭൂപ്രദേശമാണ്. ഫലസ്തീന്റെ ഭൂപ്രദേശത്തിൽ ഒരു സ്വതന്ത്ര രാജ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആർക്കാണ് അധികാരം? ബ്രിട്ടൻ അധികാരമുണ്ടോ? അത് അംഗീകരിച്ച് കൊടുക്കണമെന്നാണോ പറയുന്നത്? അവരൊക്കെ യുദ്ധം ചെയ്തിട്ടുണ്ട്. 1948 ഇസ്രായേൽ സ്വാതന്ത്ര്യമായതിനു ശേഷം 2025 വരെ മരിച്ചുപോയ മുസ്ലിങ്ങളുടെ എണ്ണം, മുസ്ലിം രാജ്യങ്ങളിൽ നിന്ന് മരിക്കപ്പെട്ട ആളുകളുടെ എണ്ണത്തെക്കുറിച്ച് ഒരു വർഷം നിങ്ങൾ പുസ്തകം പരിധിയാലും നിങ്ങൾ കൃത്യമായിരിക്കും എണ്ണം കിട്ടൂല. ഒരു കൊല്ലം പരിധിയാണ്. നിങ്ങളുടെ ഈ അറിവ് മുഴുവൻ എടുത്ത് പരിശോധിച്ചാലും നിങ്ങൾക്കതിന് കൃത്യമായിരിക്കുന്ന ഉത്തരം കിട്ടൂല. അതിന് മാത്രം കിലോമീറ്ററോളം നീണ്ടു കിടക്കുകയാണ് പലസ്തീനുകളെ മറവ് ചെയ്യപ്പെട്ട ഖബർസ്ഥാനിയുടെ നീളം. ഒരു ക്യാമറക്കൊന്നും ഓടി നടന്ന് പോലും റെക്കോർഡ് ചെയ്യാൻ പറ്റാത്ത വിധം മരിച്ചു കിടക്കുന്നു പാലസ്തീനികൾ ആ ദേശത്ത്. സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇസ്രായേലുമായിട്ട് ഏറ്റുമുട്ടിയതാണ്. അപ്പം നമ്മൾ സുരക്ഷിതമായിരിക്കുന്ന മേഖലയിൽ ഇരുന്നു കൊണ്ട് അറബികൾ ചെയ്തിട്ടില്ല, അവർക്ക് എന്താ ചെയ്തുകൂടെ? നിങ്ങൾക്ക് എന്താ ചെയ്തുകൂടെ? നിങ്ങൾക്ക് ഈ പണിയൊന്നും പറ്റില്ല. അറബികൾ കൊണ്ട് ചെയ്യിപ്പിക്കാൻ നിങ്ങളാര്? അവരുടെ ശമ്പളത്തിൽ നിൽക്കുകയാണോ നിങ്ങൾ? അങ്ങനെയാണോ അത് പറയേണ്ട കാര്യം? അവിടെ ദാരിദ്ര്യമാണ്, അവിടെ പ്രയാസമാണ്, അവിടെ ബുദ്ധിമുട്ടാണ്. ഭക്ഷണമില്ല, മരുന്നില്ല, വസ്ത്രമില്ല, ഒരു സംവിധാനമില്ല, എല്ലാം തകർക്കപ്പെട്ടു പോയിരിക്കുന്നു. അറബികൾ എന്ത് ചെയ്യണം? കൊടുക്കരുതോ? അവരെ കൊടുത്തിട്ടുള്ളൂ, അവരെ കൊടുക്കുന്നുള്ളൂ. 2400 ടണ്ണിലധികം, ഇനി 3400 ആണെന്ന് ഓർമ്മയില്ല. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോയിൽ ആ കാര്യം പറഞ്ഞിട്ടുണ്ട്, കൃത്യമായി ഞാൻ ലിസ്റ്റ് നോക്കി പറഞ്ഞതാണ്. ഇപ്പം എൻ്റെ കയ്യിൽ അതില്ല. 2400 മുതൽ അല്ലെങ്കിൽ 3400 അത്രയും ടണ്ണ് ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്ത് UAE എന്ന് പറയുന്ന മുസ്ലിം സ്റ്റേറ്റ് ആണ്. ആകാശത്തിലൂടെ വിമാനം പറത്തിക്കൊണ്ട് എയർ ഡ്രോപ്പ് ചെയ്തുകൊണ്ട് ഗസക്കാർക്ക് ഭക്ഷണം എത്തിച്ച, ലോകത്ത് ഏറ്റവും കൂടുതൽ ഭക്ഷണം നൽകിയ രാജ്യത്തിൻ്റെ പേര് UAE എന്നാണ്. അത് കൊടുക്കരുത് എന്നാണ് നിങ്ങൾ പറയുന്നത്. 4000 മുതൽ 6000-ഓളം വാഹനങ്ങൾ അറബ് രാജ്യങ്ങളിൽ നിന്ന് ഭക്ഷ്യധാന്യങ്ങളുമായി വഹിച്ചുകൊണ്ട് ഗസക്കാർക്ക് വേണ്ടി നൽകാൻ റഫേഡ് അതിർത്തിയിൽ വരി നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് UN സെക്രട്ടറി ജനറൽ ആന്റണിയോ ഗുട്ടറസ് പറഞ്ഞു. എന്താ അത് പറയാൻ കാരണം? എനിക്ക് ചങ്ക് പൊട്ടിപ്പോയി. കാരണം ഒരു ഭാഗത്ത് ഭക്ഷണമില്ലാതെ പ്രയാസപ്പെടുന്നു, അല്ലെങ്കിൽ മരണം റിപ്പോർട്ട് ചെയ്യുന്നു, ഭക്ഷണം വെള്ളമില്ലാതെ. മറുഭാഗത്ത് അതേ ഭക്ഷണം അവർക്ക് വേണ്ടിയിട്ട് ജീവൻ നിലനിർത്താൻ വേണ്ടി നൽകിയിരിക്കുന്നു ആളുകൾ, അറബികൾ. പക്ഷേ എന്താ പ്രശ്നം? അങ്ങോട്ട് പ്രവേശിക്കാൻ വേണ്ടിയിട്ട് അനുമതി കിട്ടുന്നില്ല. അനുമതി വാങ്ങിക്കൊടുക്കാൻ ലോകത്തൊരു രാജ്യത്തിനും സാധിക്കുന്നുമില്ല. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യം അവിടെ നിലനിൽക്കുന്നു. കൊടുക്കാത്തതല്ല പ്രശ്നം, കൊടുത്തുകൊണ്ടേയിരിക്കുന്നു, യുദ്ധം ചെയ്യുന്നു, ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതിന് അവരെല്ലാവിധ പിന്തുണ നൽകുന്നു. ഇപ്പോൾ യമനുമായിട്ടുള്ള വിഷയം ഉണ്ടായപ്പോൾ ഹൂത്തികൾക്കെതിരെ ഏകോപന സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടി അമേരിക്കയുടെ പ്രസിഡന്റ് ജോ ബൈഡൻ ആദ്യം പ്രവേശിച്ചത് സൗദി അറേബ്യയിലാണ്. എന്താ സൗദി അറേബ്യയുടെ നിലപാട്? ഹൂത്തികൾക്കെതിരെ അല്ലെങ്കിൽ യമനെതിരെ തങ്ങൾ നിങ്ങളെ സഹായിക്കുകയില്ല. അങ്ങനെ സഹായിക്കുന്ന സമയത്ത് അത് ഇസ്രായേലിനെ സഹായിക്കുന്നതിന് തുല്യമാണ്. ഞങ്ങളുടെ ആവശ്യം പലസ്തീൻ സ്വതന്ത്രമാവുക എന്നുള്ളതാണ്. അത്രമാത്രം പറഞ്ഞല്ല സൗദി അറേബ്യ നിർത്തിയത്. സൗദി അറേബ്യ ഒന്നും കൂടി കനത്തിൽ പറഞ്ഞു, നിങ്ങൾ അവർക്കെതിരെ യുദ്ധം ചെയ്യരുത്, അത് തെറ്റാണ്. മാത്രവുമല്ല, യുദ്ധം ചെയ്താൽ നിങ്ങൾക്ക് ജയിക്കാനും പറ്റില്ല. അവരുമായിട്ട് മൽപ്പിടുത്തം നടത്തിയിട്ട് വിജയിച്ചെടുക്കുക എന്നുള്ളത് അമേരിക്കക്ക് അസാധ്യമായിരിക്കുന്ന കാര്യമാണ്. നിങ്ങൾ ആ പ്രവൃത്തി ചെയ്യരുതെന്ന് ജോ ബൈഡനോട് ഉപദേശിച്ച രാജ്യത്തിന്റെ പേര് സൗദി അറേബ്യ എന്ന. ഫലം കണ്ടു, അറം പറ്റിയ പോലെ തോറ്റു തുന്നം പാടിപ്പോയി ചെങ്കടലിൽ അമേരിക്ക. ഒടുവിൽ ഒമാനെ വിളിച്ചിട്ട് മധ്യസ്ഥ കരാറുണ്ടാക്കിയിട്ടാണ് അവരുടെ കപ്പലുകൾ, മുറിഞ്ഞു ഒട്ടിയ കപ്പലുകളൊക്കെ അവിടെ കടത്തിക്കൊണ്ടുപോയത്. ഇതൊക്കെ ലോകത്തിന്റെ ചരിത്രമാണ്.
അറബ് രാജ്യങ്ങളെ വിമർശിക്കുന്ന പുസ്തകങ്ങളൊക്കെ ഇങ്ങനെ പരുതിയിട്ട് റഹ്മത്തുള്ളാഹി ഉസ്താദെ നിങ്ങളിങ്ങനെ അവർക്കെതിരെ അവരാണ് എന്ത് ചെയ്യുന്നത്? പലസ്തീനെ ചതിച്ചവർ. എന്ത് ചതി ചെയ്തു? ചതിയല്ല ചെയ്തത്, യാഥാർത്ഥ്യമാണ്, സത്യമാണ് ചെയ്തത്. അതാരും ചെയ്യും. നിങ്ങളുടെ ഭൂമി പിടിച്ചടക്കിയിട്ട് നിങ്ങൾ വിട്ടുകൊടുക്കുമോ? അങ്ങനെയാണെങ്കിൽ ഞാൻ നാളെ വരാം, ഒരു 10-20 സെന്റ് സ്ഥലം എനിക്ക് വേണം, നിങ്ങൾ നമ്മൾ പിടിച്ചെടുത്ത് നിങ്ങൾ വിട്ടുതരുമല്ലോ. ലോകത്ത് എവിടെയാണ് അങ്ങനെ ഉള്ളത്? അങ്ങനെ സംവിധാനം ഉണ്ടോ? അപ്പോൾ എന്തെങ്കിലും നമ്മൾ സുരക്ഷിതമായിരിക്കുന്ന മേഖലയിൽ ഇരുന്നു കൊണ്ട് വിളമ്പുന്ന സമയത്ത് ആലോചിക്കണം. ഒരുപാട് ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച രാജ്യത്തിൻ്റെ പേരാണ് പാലസ്തീൻ എന്ന്.